2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ല്. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങേക്ക് 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്ന ഉറപ്പാക്കൽ ബില്ലിന് അവതരണ അനുമതി നൽകണമെന്ന വിഷയം ഞാൻ അവതരിപ്പിക്കും. വിഷയത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. സർ, അദ്ദേഹം സംസാരിക്കട്ടെ. സാർ, അദ്ദേഹം പിന്നെ MLA ആയ ശേഷം ആദ്യത്തെ ബില്ലും കൂടെ അല്ലേ, അദ്ദേഹം തന്നെ സംസാരിക്കട്ടെ. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങേക്ക് സംസാരിക്കാവുന്നതാണ്. സർ, കേരളത്തിൽ മുമ്പില്ലാത്ത വിധം ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ എന്നിവയുടെ തോത് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. പൊതുസ്ഥലങ്ങളിലും മറ്റും ഉണ്ടാകുന്ന നിസ്സാരമായി തോന്നുന്ന വാക്കുതർക്കങ്ങൾ പോലും ആക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കപ്പെടുന്ന ഗുരുതരമായ നിരവധി സാഹചര്യങ്ങളാണ് നാം കണ്ടുവരുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ദുരഭിമാന കൊലപാതകങ്ങൾ കേരളത്തിന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് നമ്മൾ വായിച്ചിരുന്നത്. കേരളം ജാതീയതയും മതഭേദവും മറികടന്ന ജാതിരഹിത മതേതര ഭൂമിയായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. ഉത്തരേന്ത്യയിലോ അയൽ സംസ്ഥാനങ്ങളിലോ ദുരഭിമാന കൊലകൾ, ഓണർ കില്ലിംഗ് അഥവാ ജാതി കൊലകൾ ധാരാളമായി നടക്കാറുള്ളപ്പോഴും പുരോഗമന കേരളം അത്ഭുതത്തോടെയും ഞെട്ടലോടെയാണ് അത് കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ദുരഭിമാന കൊലകളും ജാതി മർദ്ദനവും ഉണ്ടാകുന്നു. 2019 ഫെബ്രുവരി 22 മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ആൾക്കൂട്ട ആക്രമണത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട മധുവിൻ്റെ മരണത്തോടു കൂടിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകം അതല്ല, ഷഹീദ് ബാബ കേസാണ്. 8 വർഷമെടുത്തു സാർ അതിൻ്റെ വിധി വരുവാനായി. അന്ന് വിധി വന്നപ്പോൾ തന്നെ കോടതി പ്രത്യേകമായി ഒബ്സർവേഷൻ നടത്തി. പ്രത്യേക നിയമം ആവശ്യമാണ്, ഇതേപോലത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് പ്രത്യേക നിയമം ആവശ്യമാണ് എന്ന് കോടതി തന്നെ അന്ന് പ്രത്യേകമായി ഒബ്സർവ് ചെയ്യുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് 2020 തിരുവനന്തപുരം സ്വദേശി അനീഷ്, കൊട്ടാരക്കരയിൽ അനിൽകുമാർ എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് സർ. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 3 ദിവസം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ സംഘം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകം, അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ്, അദ്ദേഹത്തെയും ആൾക്കൂട്ടം കൊല ചെയ്യുകയായിരുന്നു. വിദ്യാസമ്പന്നരും സമൂഹത്തിലെ മാന്യന്മാരും എന്ന് അവകാശപ്പെടുന്നവർ അടങ്ങുന്ന ഈ ആൾക്കൂട്ടത്തിലെ അംഗങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ യാതൊരു പ്രതികരണമില്ലാത്തവരും കൂട്ടം ചേരുമ്പോൾ ഏത് തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ മനക്കട്ടിയുള്ളവരുമായി മാറുന്നു. ആൾക്കൂട്ടത്തിൻ്റെ വിധ്വംസക സ്വഭാവത്തെക്കുറിച്ച് വിശദമായി ഫാസിസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ വില്യം റീഹ് ആൾക്കൂട്ട മനോഭാവത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ. എതിരാളികളെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് കീഴടക്കുന്ന പ്രാചീന മനുഷ്യനിലേക്കുള്ള തിരിച്ചുപോക്ക്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. 2022 ഏപ്രിൽ വരെ 53 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം സാക്ഷ്യം വഹിച്ചത്. 2016 15, 2017 5, 2018 4, 2019 4, 2020 4, 2021 5. 2000 മുതൽ 2017 വരെ 172 പേരാണ് സർ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സർ. KT ജയകൃഷ്ണൻ മാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ കൊലപാതകം ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു കൊലപാതകമാണ് സർ. ക്ലാസ് മുറിയിൽ വെച്ച് ഒരു അധ്യാപകനെ കൊല്ലുക. ആ അധ്യാപകൻ്റെ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല സർ, ആ വിദ്യാർത്ഥികളുടെ ജീവിതം കൂടി ബാധിക്കപ്പെട്ടു. ആ വിദ്യാർത്ഥികൾക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു സർ. നമുക്ക് ഇനി അനുവദിക്കാൻ സാധിക്കുമോ സർ? TP ചന്ദ്രശേഖരൻ, അദ്ദേഹം കൊല്ലപ്പെടുന്നത് 51 വെട്ടേറ്റിട്ടാണ്. 51 വെട്ടേറ്റ് കൊല്ലപ്പെടുന്ന അദ്ദേഹം, ആ കൊല ആസൂത്രണം ചെയ്തവർ മറ്റൊരു പരിപാടിയും ഒപ്പിച്ചു. മാഷാ അള്ളാ എന്ന് കാറിൽ എഴുതി ഇതിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ, ആ കൊലപാതകത്തിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ ശ്രമം നടത്തി. അരിയിൽ ഷുക്കൂർ, പാർട്ടി കോടതി കൂടി കൊന്ന അരിയിൽ ഷുക്കൂർ, കങ്കാരു കോർട്ടിൽ നിന്ന് ആദ്യം കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായി കാണുവാനുള്ള അവസരം അപ്പോഴാണ് ഉണ്ടായത്. കൃപേഷും ശരത്തും ഷുഹൈബും
കൊല്ലപ്പെട്ടപ്പോൾ വീടിൻ്റെ മാത്രമല്ല അവരവരുടെ നാടിൻ്റെ പ്രതീക്ഷ കൂടിയാണ് നഷ്ടപ്പെട്ടത്. രാഷ്ട്രീയ കൊലപാതകമോ സംഘർഷമോ ഉണ്ടെങ്കിൽ ഇടതുണ്ടെന്ന സാഹചര്യം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരാൾ പോലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊലയ്ക്ക് ഇരയാതിരിക്കട്ടെ. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് നേരത്തെ കണ്ടതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കേസിൽ കണ്ടതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, കുറ്റസ്ഥാപനം, വിചാരണ എന്നിവയിലുണ്ടാകുന്ന അസാധാരണമായ കാലതാമസമാണ്. അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ് സർ. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുന്നതിൽ കാലതാമസത്തിനും ചിലപ്പോൾ ശിക്ഷ തന്നെ ഒഴിവാക്കുന്നതിനും ഈ സാഹചര്യം കാരണമാകുന്നു. സാക്ഷികളെ സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയിക്കുവാനുള്ള സമയം ഇതുവഴി ഉടലെടുക്കുന്നു. വളരെ തെറ്റായ ഒരു മെസ്സേജാണ് സർ ഇതുവഴി സമൂഹത്തിൽ പ്രചരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ സാക്ഷി സംരക്ഷണ നിയമം ഇന്ന് നിലവില്ലാത്തതാണ് ഇതിൻ്റെ കാര്യം. പക്ഷേ ഇന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിലവിൽ വരാൻ പോകുന്നു. 398 വകുപ്പ് അനുസരിച്ച് ഭാരതീയ സുരക്ഷാ നിയമത്തിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്നത്, എവറി സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ പ്രിപ്പയർ ആൻഡ് നോട്ടിഫൈ ഓഫ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ടു എൻഷുവർ പ്രൊട്ടക്ഷൻ ഓഫ് വിറ്റ്നസ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്കൊരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു. 2016 മെയ് 25 മുതൽ 21 മെയ് വരെ സംസ്ഥാനത്ത് 26 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്നും അതിൽ ഒന്നൊഴികെ മറ്റെല്ലാ കേസുകളും വിചാരണയിലാണെന്നാണ് നിയമസഭാ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം ഇത് കാണിക്കുന്നു. മറ്റൊരു പ്രധാന വശം കേസ് നടപ്പിന് വരുന്ന ഭീമമായ ചെലവാണ് സർ. പെരിയ കേസും ഷുഹൈബ് കേസും ആ വധക്കേസുകൾക്ക് വേണ്ടി മാത്രമായി 1,74,40,000 രൂപയാണ് സർ ഫീസിനത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റ് 14 കേസുകൾക്ക് ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ താമസത്തിനും യാത്രകൾക്കുമായി 13,67,172 രൂപ ചെലവാക്കി സർ. സുപ്രീം കോടതിയിലെ കേസുകൾക്ക് 46 ലക്ഷത്തോളം രൂപ. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കേണ്ട സർ, ഇതിനുവേണ്ടി ഈ സംരക്ഷിക്കുവാൻ, പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചെലവാക്കിയത്. പ്രതികളെ സംരക്ഷിക്കുവാൻ ചെലവാക്കിയ രൂപയാണ് ഇതൊക്കെ. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാവുന്ന തുക പ്രതികൾക്ക് വേണ്ടി, ഈ കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നു. ഇത് എത്രത്തോളം ഹീനമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. എത്ര രൂപയാണ് സർ ഖജനാവിൽ ചെലവാകുന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേസിൽ വിധികൾ വൈകിപ്പിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരമൊരുക്കാനാണ് സർ. നമുക്കറിയാം, അത് തന്നെയാണ് ലക്ഷ്യം. വേറെ ഒരു അതിനകത്ത് സംശയമില്ല അക്കാര്യത്തിൽ. രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇരയായവർക്ക് കാരണമായവർക്ക് അർഹിക്കുന്ന ശിക്ഷ കഴിവതും വേഗം വിധിച്ച് ശിക്ഷ നടപ്പാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിയമവ്യവസ്ഥയെ ജനങ്ങൾ മാനിക്കുകയുള്ളൂ. പെട്ടെന്ന് ശിക്ഷ ലഭിക്കുമെന്ന് കണ്ടാൽ കുറ്റകൃത്യങ്ങൾ താനെ കുറയും. ചെയ്യുന്നവർക്ക് മറ്റ് സ്വാധീനങ്ങൾ ചെലുത്തുവാൻ വേണ്ട സാവകാശം ലഭിക്കില്ല. ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിലുള്ള വിചാരണയും കുറ്റസ്ഥാപനവും ശിക്ഷ ഉറപ്പാക്കലും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. സ്വാഭാവികമായും ഇത് നിയമമാക്കിയാൽ അതിവേഗ കോടതികൾ രൂപീകരിക്കുന്നത് വഴി സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരാം. പക്ഷേ അല്ലാതെ തന്നെ സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരുന്ന സാഹചര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇവിടെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കാനാണ് ചെലവ് വരുന്നതെന്ന് കാണാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം സർക്കാർ അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിലുറപ്പ് മന്ത്രി. ഞാൻ നേരത്തെ വഴങ്ങുമെന്ന് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പരാമർശത്തിന് മറുപടി പറയാനല്ല. ഞാൻ ചോദിച്ചത് ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എവിഡൻസ് ആക്ടും അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിവേഗ കോടതികളും നമ്മുടെ നിയമ സംവിധാനത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബില്ലിന് പ്രസക്തി വരുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ അദ്ദേഹത്തോട് സംശയം ചോദിച്ചത്. യെസ് സർ, ശ്രീ ചാണ്ടി ഉമ്മൻ MLA നോട്ടീസ് നൽകിയിട്ടുള്ള 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നു എന്നതും ഉറപ്പാക്കുന്ന ബില്ലിൻ്റെ പീഠികയിൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവുമല്ല നിലനിൽക്കുന്നത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെന്നത് വസ്തുതയാണ് സാർ. എന്നാൽ അവ ഫലപ്രദമായി നേരിടുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. സാർ, ബില്ലിലേക്ക് വന്നാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമോ കുറ്റകൃത്യങ്ങളായി അനുശാസിച്ചിട്ടുള്ളവയിൽ നിന്നും അപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് നിയമങ്ങൾ പ്രകാരം
ചുമത്തിയിട്ടുള്ളതുമായ ശിക്ഷകളിൽ നിന്നും വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങളോ ശിക്ഷകളോ അവതരണാനുമതി തേടുന്ന ബില്ലിൽ ഇല്ലെന്ന് കാണുന്നു. ഇന്ത്യൻ പീനൽ കോഡോ ഭാരതീയ ന്യായ സംഹിതയോ വിഭാവന ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന കാരണത്താൽ ഒരു നിയമനിർമ്മാണം എന്ന നിലയിൽ അവ ആവശ്യമില്ലാത്തതും അപ്രസക്തവുമാകുമ്പോൾ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഈ ബിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയോ ഔചിത്യമോ ഇല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ബില്ലിൽ പ്രസ്താവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനേക്കാൾ ഫലപ്രദമായി നടപ്പാക്കുവാനും കേസുകളിലെ അന്വേഷണവും കോടതി നടപടികളും സമയബന്ധമായി തീർപ്പാക്കുവാനും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള അതീവ ഫലവത്തും ആധികാരികവുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് തസീം എസ് പുനാവാല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 17/2018 വിധിന്യായം വഴി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുള്ള കാര്യം കൂടി സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ ഈ ബില്ലിന് അവതരണാനുമതി നൽകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നു. എസ് ശാന്തി ഉമ്മൻ, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യുന്നുണ്ട്. അനുകൂലിക്കുന്നവർ, ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ബില്ലിന് അവതരണാനുമതി നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ. ഇല്ല, അവസാനിപ്പിച്ചു. മന്ത്രി മറുപടി പറഞ്ഞല്ലോ, അവസാനിപ്പിച്ചു.